സത്യ. അയ്യോ മാം. പക്ഷേ അത് പേടിക്കാനുള്ളതൊന്നും ആയിരുന്നില്ല. ടെൻഷൻ ആവണ്ട സിത്താരെ. വാ, ഇവിടെ അടുത്തോട്ട് നിക്ക്. ഗാഥയുടെ മമ്മിയോട് നീ തന്നെ പറഞ്ഞോ കാര്യം. ഇല്ല, അമ്മ തന്നെ പറഞ്ഞാ മതി. സുമിത്ര, കാര്യം എന്താ? അതെ, അധികം താമസിക്കാതെ നമ്മളൊരു കുഞ്ഞിക്കാല് കാണാൻ പോവാ. കുഞ്ഞിക്കാലോ? അതെങ്ങനെ? സിത്താരെ, തൽക്കാലം ഇവിടെ കുഞ്ഞിക്കാല് കാണാൻ ഒരു വഴിയല്ലേ ഉള്ളൂ. ഗാഥ മോള് ഗർഭിണിയാവണം. ഇന്നലെ ഡോക്ടറെ കണ്ട് ഉറപ്പിച്ചു, മോള് പ്രഗ്നന്റാ. വാ സിതാര വന്നു. എന്നിട്ട് അവളെവിടെ? ഗാഥ, ഗാഥ, അവൾ പ്രഗ്നന്റ് ആണല്ലേ? അവളെങ്ങ് വരട്ടെ. ഞങ്ങള് പറഞ്ഞിട്ട് സിത്താര വിശ്വസിച്ചിട്ടില്ല. ഇനിയിപ്പം മോള് തന്നെ നേരിട്ട് അങ്ങ് പറയും. ഇവരീ പറഞ്ഞ സത്യമാണോ? സത്യ. അയ്യോ മാം. മേഡം, ഒരാളും ഇതിനകത്ത് ഇടപെടണ്ട. പറടി, നവീന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള അവകാശം ഉണ്ടോ നിനക്ക്? പറയടി അങ്ങോട്ട്. പറയരുത് പറഞ്ഞേ. നിനക്ക് എന്താ അവകാശം? എന്താ അവകാശം പറയാം. പറഞ്ഞേ. മേഡം, മേഡം, എന്തീ കാണിക്കുന്നത്? പറയല്ല പറഞ്ഞേ.
പറഞ്ഞേ എന്നൊന്ന് പറയടി. പറയാ. സിത്താരെ എന്തായി കാണിക്കുന്നേ? ഇത്രയും സന്തോഷം നിറഞ്ഞ മുഹൂർത്തത്തില് ഈ കുഞ്ഞിനെ തല്ലണ വല്ല കാര്യമുണ്ടോ? നല്ല മുഹൂർത്തോ? ആർക്ക്? എനിക്കിത് നല്ല മുഹൂർത്തമൊന്നും അല്ല. മേഡം എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങളെല്ലാരും കരുതിയത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് മേഡം ആയിരിക്കുന്ന. എന്നിട്ടിപ്പോ പറടി, എന്നെ അമ്മയെന്ന് വിളിക്കാനുള്ള അവകാശം ഉണ്ടോ നിനക്ക്? ഈ നവീന്റെ ഭാര്യ ആവാനുള്ള അവകാശം ഉണ്ടോ നിനക്ക്? നവീന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാനായിട്ട് അവകാശം ഉണ്ടോ നിനക്കത്? അപ്പൊ അത് ശരി. അപ്പൊ അതിനൊന്നും അവകാശം ഇല്ലാത്ത ഒരുത്തിയാണോ ഇവിടെ ഈ നിൽക്കുന്നത്? ഒതുക്കി പിടിച്ച് അവസാനം കള്ളൊക്കെ പുറത്തു വന്നല്ലോ സിത്താരെ. ഇതുവരെ നിർമ്മല ഉദയനൊക്കെ നിങ്ങളുടെയൊക്കെ കണ്ണിലെ കരടായിരുന്നല്ലോ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കള്ളമായിരുന്നല്ലോ. ദേ നിൽക്കുന്നു സത്യസന്ധിയായ ഒരുത്തിയും അവരുടെ മകളും. ഈ പറഞ്ഞു തുടങ്ങിയത് എന്താണെന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ പുറത്തു വരുമല്ലോ അതിന്റെയൊക്കെ ബാക്കി. മേഡം എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഇവരുടെയൊക്കെ മുന്നിൽ എന്നെ വെറുതെ കോമാളിയാക്കരുത്. മേഡം എന്താ ഈ പറയുന്നത്? അതെനിക്കും ഈ നിൽക്കുന്നവർക്കും വ്യക്തമാവുന്ന രീതിയിൽ ഉറക്കെ നിങ്ങൾ പറഞ്ഞേ പറ്റൂ. ആയിക്കോട്ടെ, സത്യം എന്താന്ന് നവീൻ അറിയണം, അത്രയല്ലേ ഉള്ളൂ. മാമിനെ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കാത്തത്. ഗാഥ മാഡത്തിന്റെ നവീന്റെ വിവാഹം കാരണം വീട്ടിലെ എല്ലാ സന്തോഷം ഇല്ലാതായ ആളാ സിത്താര മാം. ഇറങ്ങ.